നിപ്പോൺ Q1 മോൾ എന്നൊരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയ ഓഫീസ് സ്പേസസ്. Q1 ഇപ്പം ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓഫീസുകളെല്ലാം വിറ്റ ഓഫീസുകളാണ്. നിപ്പോൺ ഇത് ഡെവലപ്പ് ചെയ്തപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ സ്പേസുകളാണ് അതിനകത്ത് ഒരു 10% സ്പേസ് മാത്രമേ ഉള്ളൂ ഓണേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. 90% സ്പേസസും നിപ്പോന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് ടീം തന്നെ റെന്റ് ഔട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇനിയും നമ്മുടെ കയ്യിൽ സ്പേസസ് അവൈലബിൾ ആണ്. ഓഫീസ് സ്പേസസ് ഒരു മിനിമം സൈസ് ഒരു 1250 അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിന്റെ മേളിലോട്ട് നമുക്കൊരു ഫുൾ ഫ്ലോർ പ്ലേറ്റ് എന്ന് പറയുന്നത് 55,000 സ്ക്വയർ ഫീറ്റ് ആണ്. അത്രയും വലിയ സ്പേസ് വരെയും. എന്നാൽ നേരെ മറിച്ച് ഒരു സാധാരണക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 1500 സ്ക്വയർ ഫീറ്റ് തൊട്ടുള്ള ഓഫീസ് സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ്. ലെവൽ 15 വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും ലെവൽ 6 വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അവർക്കെല്ലാം അതത് ഫ്ലോറിൽ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഒരു എസ്റ്റീം ഗസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സർപ്രൈസിങ് ഗസ്റ്റ് വരുമ്പം അവർ വരുന്ന വെഹിക്കിളില് നേരെ കാർ ലിഫ്റ്റ് വഴി അവരുടെ ആ വർക്ക് ചെയ്യുന്ന അവരുടെ ഓഫീസ് ഇരിക്കുന്ന അതേ ഫ്ലോറിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അവിടുന്ന് അവർക്ക് ഓഫീസിലോട്ട് കൊണ്ടാകുന്ന ആ ഒരു ഫെസിലിറ്റി വരെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഹായ് സർ. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗ്സിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിന്റെ വ്ളോഗ് നമ്മൾ ചെയ്യുന്നത്. അത് നിപ്പോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പലരും ഈ ഒരു Q1 മാള് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് പലർക്കും അറിയില്ല. ഇതൊരു മാളാണോ, ഓഫീസ് സ്പേസ് ആണോ, കൊമേഴ്ഷ്യൽ സ്പേസ് ആണോ? അപ്പൊ എന്താണ് നിപ്പോൺ Q1 മാൾ? അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിപ്പോൺ Q1 മാൾ? Maybe first of all, I welcome you to Nippon Q1. ഞങ്ങള് നിപ്പോൺ Q1 പല വ്ളോഗ്സും ചെയ്തേക്കുന്നെങ്കിലും ഫസ്റ്റ് ടൈം എനിക്കൊരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യാം. സോ നിപ്പോൺ Q1 ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഓഫീസ് ബിൽഡിംഗ്. ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹൈ എൻഡ് ഓഫീസ് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നിപ്പോൺ പേര് ഞാൻ പറയുവാണെങ്കിൽ that's a household name because we have been the dealers of Toyota for the last 2.5 decades. പിന്നെ ഈ Q1 എന്ന പ്രോജക്റ്റിന്റെ ഡിസൈൻ ടൈമില് ഇതിന്റെ ഡയറക്ടേഴ്സിന്റെ ഇന്റർനാഷണൽ എക്സ്പോഷർ, അവർ പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് അവർ കണ്ടിരിക്കുന്ന ഫിനിഷസും ഫെസിലിറ്റീസും ഈ നമ്മുടെ കൊച്ചിയിലും കൂടെ അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ Q1 എന്നുള്ളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്. ആൻഡ് ഏതൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴും ആ ബിൽഡിങ്ങിന്റെ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് ഇസ് എ ലൊക്കേഷൻ. അപ്പം ഫസ്റ്റ് പോയിന്റ് ഇതിന്റെ ലൊക്കേഷൻ ആണ്. Q1 എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നു? ദാറ്റ് ഈസ് ഓൺ ദ NH ബൈപ്പാസ്. കൊച്ചിക്കാരെ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെ പറ്റി പറയുവാണെങ്കിൽ NH ബൈപ്പാസ് ഈസ് the nerve of Cochin because സൗത്തിലുള്ള കേരളീസും നോർത്തിലുള്ള കേരളീസും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ഈ NH66. അപ്പൊ അതിന്റെ പ്രൈം ലൊക്കേഷനിൽ ബിറ്റ്വീൻ എടപ്പള്ളി ആൻഡ് വൈറ്റില ആണ് നിപ്പോൺ Q1 ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് റീറ്റെയിൽ ആൻഡ് ഓഫീസ് സ്പേസ്. ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് നിപ്പോൺ Q1 കുറിച്ച് പറയാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര ഏരിയയിലാണ് സാറേ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്? ഇതിന്റെ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അബൌട്ട് 2 acres. പ്രിസൈസ് 205 സെന്റ് ഉണ്ട് ഇതിന്റെ ലാൻഡ് ഏരിയ. ഇതിന്റെ ഹൈവേ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 365 ഫീറ്റ് ഉണ്ട്. ഇതൊരു വിഡ്ത് കുറഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആൻഡ് ഇതിന്റെ ടോട്ടൽ ബിൽഡപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ബ്രിക്ക് ആൻഡ് മോട്ടാർ കയറിയേക്കുന്നത് 5 ലക്ഷം സ്ക്വയർ ഫീറ്റിലോട്ടാണ്. ഇത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 20 നില ഉള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. Q1
നമ്പർ ഓഫ് ഫ്ലോർസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് പ്ലസ് 13 ആണ്. Okay. ബിക്കോസ് ഇതിന്റെ അകത്തെ ഓഫീസ് സ്പേസിന് വേണ്ടി ആയതുകൊണ്ട് ഓരോ ഫ്ലോറിന്റെയും ടിപ്പിക്കൽ ഹൈറ്റ് സാധാരണ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി മോർ 12.5 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. സോ ദാറ്റ് ഓഫീസ് ചെയ്യുന്നവർക്ക് അവരുടേതായ ഫോൾ സീലിംഗും അങ്ങനത്തെ ഇന്റീരിയേഴ്സും ഒക്കെ പ്ലാൻ ചെയ്യും. ടോം സാറേ, ശരിക്കും നിപ്പോൺ Q1 മാൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും എന്താണ്? നിപ്പോൺ Q1 മാൾ എന്നൊരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയ ഓഫീസ് സ്പേസസ്. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്, നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ. ഇതിന്റെ അകത്തെ പല അതിന്റെയും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ആവശ്യത്തിലധികം ഓവർസീസ് ട്രാവൽ ചെയ്ത് അവരുടെ കൗണ്ടർ പാർട്സിന്റെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിന്റെ അവരുടെ ബിസിനസ് സംസാരിക്കാൻ പോകുന്ന ഓഫീസുകളെല്ലാം വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. നേരെ തിരിച്ചു വന്ന് കൊച്ചിയിലോട്ട് വരുമ്പം അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അവരിയ്ക്കുന്ന ഓഫീസ് സ്പേസിലോട്ട് അവരുടെ ഫോറിൻ കൗണ്ടർ പാർട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ബോർഡ് റൂം വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് നമ്മുടെ ഗസ്റ്റ് വരും അവിടെ പോയിരുന്ന് സംസാരിക്കും. ഇവിടെ Q1 നമ്മൾ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാല് നമുക്ക് ഇന്റർനാഷണലി നമ്മൾ എവിടൊക്കെ യാത്ര ചെയ്ത് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ ഫെസിലിറ്റീസ് കൊച്ചിയിൽ അവൈലബിൾ ആകണം. അപ്പൊ ആ ഒരു തോട്ടിലാണ് ഇതിന്റെ അകത്തെ പല ഫീച്ചേഴ്സും ഡിസൈൻ ചെയ്തേക്കുന്നതും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കുറച്ച് ചില ഫീച്ചേഴ്സ് ഞാനിപ്പോ പറയാനാണെങ്കിൽ ഇതിന്റെ അകത്തെ ടോയ്ലറ്റ്സ് ഏറ്റവും മേജർ ഒരു ഹസിലാണ് ഓഫീസുകളിലെ ടോയ്ലറ്റ് പാൻട്രി മാനേജ് ചെയ്യാന്ന് പറയുന്നത്. ഓഫീസിന്റെ ഉള്ളില് ബിക്കോസ് ഓഫീസ് ചെയ്യുമ്പോൾ ഓഫീസ് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ വാഷ്റൂം, നമ്മുടെ പാൻട്രി, നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഏരിയ ഇതെല്ലാം. ഇപ്പൊ Q1 അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലോറിലും കോമൺ ടോയ്ലറ്റ്സ് ആണ്. കോമൺ ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് റെഗുലർ ഹൗസ് കീപ്പിംഗ് ഉള്ള കോമൺ ടോയ്ലറ്റ്സ് ആണ്. എല്ലാ ഫ്ലോറിലും കോമൺ ലഞ്ച് റൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാഫിന് ആ ഫ്ലോറിലെ ഓഫീസുകളിലെ സ്റ്റാഫിന് ഉച്ചയ്ക്ക് വന്ന് ലഞ്ച് കഴിക്കാനോ അല്ലെങ്കിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് അവരുടെ ടീ ആൻഡ് സ്നാക്സ് കഴിക്കാനോ ഉള്ള ഏരിയാസ് ഉണ്ട്. ആൻഡ് ആ ഏരിയാസും കോമൺ ഹൗസ് കീപ്പിംഗ് വരും. ശരിക്കും പറഞ്ഞൊരു ഓഫീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളൊരു സ്പേസ് അവർക്ക് ഓഫീസിന്റെ ഉള്ളിൽ കളയണ്ടോ? അതെ. അപ്പം ഇവിടെ Q1 വേറെ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 30% ഓഫ് ദ സ്പേസ് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ 40% സ്പേസ് റെഡ്യൂസ് ചെയ്ത് ആ 40% മാനേജ്മെന്റ് ഹെഡേക്ക് കൂടെ റെഡ്യൂസ് ചെയ്തിട്ടാണ് Q1 വരുന്നത്. ഇവിടെ ഇപ്പൊ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ആൾക്ക് ആ 1000 സ്ക്വയർ ഫീറ്റ് അവരുടെ പ്യോർ വർക്കിംഗ് സ്പേസ് അവരുടെ പ്രൊഡക്റ്റീവ് സ്പേസ് ആയിട്ട് തന്നെ മാറുന്നു. അതിനുവേണ്ടിയുള്ള ആ ഓഫീസിലെ സ്റ്റാഫിന് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് സ്പേസസ് ഒന്നും അവിടെ ആവശ്യം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞവർക്ക് അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ശരിക്കും നല്ലൊരു പോയിന്റാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സാർ ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഫ്ലോസിലും അത്യാവശ്യം നല്ല ഓഫീസുകളെല്ലാം ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയായിരിക്കും ഒരു മേജർ ബ്രാൻഡ്സ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്? ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഫിഗേഴ്സ് പറയുവാണെങ്കിൽ എനിക്ക് ഫങ്ഷനിങ് ആയിട്ട് 54 ഓഫീസേഴ്സ് ഉണ്ട്. ആ 54 ഓഫീസേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏകദേശം ഒരു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവർ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മേജേഴ്സ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ്, പിന്നെ ചോളമണ്ഡലം ജനറൽ ഇൻഷുറൻസ് കമ്പനി, പെർസിസ്റ്റന്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ IT കമ്പനി, പിന്നെ റിഗസ് എന്ന് പറഞ്ഞ കോവർക്കിംഗ് കമ്പനി. ഇതിലുപരി അല്ലാതെ നമ്മുടെ കേരളത്തിൽ ഓഫീസുകളുള്ള കോർപ്പറേറ്റ് കമ്പനീസ്, അതായത് കേരളത്തിലെ ബിസിനസ്സുകാര് അവരുടെ ഡെവലപ്പ് ചെയ്തേക്കുന്ന പല കമ്പനീസിന്റെയും കോർപ്പറേറ്റ് ഓഫീസസ് അവര് Q1 ഒന്നി വിലക്ക് മേടിച്ചോ അല്ലെങ്കിൽ വാടകയ്ക്കോ എടുത്ത് അവർ ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞ ഇതൊരു നെയിമാണ് അല്ലെ? ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിപ്പോൺ Q1 ഓഫീസ് എന്ന് പറയുമ്പോ അതൊരു അല്ലേ? ഓക്കെ, Q1 will be an iconic name as long as there is no competition for Q1. ഞാൻ പറയുന്നത് ആ ഒരു ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ആണ് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 100% ജനറേറ്റർ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100% എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് സെക്യൂരിറ്റി, ക്യാമറ സർവൈലൻസ്, അല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫെസിലിറ്റി ടീം,
എല്ലാം ടോട്ടലി മാനേജ് സ്പേസ് ആണ്. അതായത് ഓഫീസ് വന്ന് ഫംഗ്ഷൻ ചെയ്യുന്നവർക്ക് അവരുടെ സ്റ്റാഫ് ഒന്ന് വർക്ക് ചെയ്ത് പോകുന്നതല്ലാതെ അവർക്ക് ഈവൻ ഔട്ട് ഓഫീസിന്റെ ഇന്റേണൽ ക്ലീനിങ് വരെ ഹൗസ് കീപ്പിംഗ് ഫെസിലിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിനേക്കാട്ടിലും ഉപരി പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഇരിക്കുന്ന സ്പേസിന്റെ ഒരു പ്രൈഡ്, അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോ, എന്റെ ഓഫീസിലോട്ട് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരു എന്തിനാണ് നമ്മൾ ഒരു ഓഫീസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോ കൂടെ. ആ ഒരു സ്പേസിന്റെ അകത്ത് ഇപ്പൊ ഇവിടത്തെ വേറെ ഒരു ഫീച്ചറാണ് ഓരോ ഫ്ലോറിലും പാർക്കിംഗ്. നമ്മള് ഇതിന്റെ അകത്തെ ലെവൽ 15 വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും ലെവൽ 6 വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അവർക്കെല്ലാം അതത് ഫ്ലോറിൽ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഒരു എസ്റ്റീം ഗസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സർപ്രൈസിങ് ഗസ്റ്റ് വരുമ്പം അവർ വരുന്ന വെഹിക്കിളില് നേരെ കാർ ലിഫ്റ്റ് വഴി അവരുടെ ആ വർക്ക് ചെയ്യുന്ന അവരുടെ ഓഫീസ് ഇരിക്കുന്ന അതേ ഫ്ലോറിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അവിടുന്ന് അവർക്ക് ഓഫീസിലോട്ട് കൊണ്ടാകുന്ന ആ ഒരു ഫെസിലിറ്റി വരെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന് ദാറ്റ് ഈസ് ദ ബേസിക് നമ്മുടെ പാർക്കിങ്ങിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. രണ്ട്, ആ ഓഫീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഓഫീസുകാർക്ക് അതൊരു പ്രൈഡ് ആണ്. എന്റെ ഫ്ലോറിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. നമുക്ക് ഈ പാർക്കിങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞപ്പം എത്ര കാറ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റും? ഈ ബിൽഡിങ്ങില് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറ്റ്സ് എ ഗ്രൗണ്ട് പ്ലസ് 13 സ്റ്റോറി ബിൽഡിംഗ്. അത് അല്ലാതെ നമുക്ക് 2 ബേസ്മെന്റ് കാർ പാർക്സ് ഉണ്ട്. അപ്പൊ ഈ 2 ബേസ്മെന്റ് കാർ പാർക്സും പിന്നെ നമുക്കുള്ള ടവർ പാർക്കിംഗ് എന്ന് പറയുന്ന 10 ഫ്ലോർസ് ആണ്. ഇതെല്ലാം കൂടെ 500+ കാർ പാർക്സ് ആണ് നമുക്ക് ഇഷ്ടം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ ടെറസ് വരെ നമ്മുടെ കാർ ലിഫ്റ്റുകൾ പോകും. അപ്പം നമുക്ക് ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ പാർക്കിംഗ് ഉണ്ട്. പിന്നെ വേറെ ഒരു ഫീച്ചർ ഈ ബിൽഡിങ്ങിലുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിലും പാർക്കിംഗ് ഉണ്ട്, പക്ഷെ അവിടുത്തെ ആൾക്കാർ വന്ന് ജോലി ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഫുള്ളാവും. Q1 ഗസ്റ്റിന് വേണ്ടിയുള്ള പാർക്കിംഗ് സ്പേസ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് കാർ പാർക്ക് എടുത്ത് എനിക്ക് 2 കാർ പാർക്ക് മതിയെങ്കിലും എന്റെ വരുന്ന ഗസ്റ്റിന് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടെ ഇവിടെ പല ആൾക്കാരും ചോദിക്കും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റിയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നീടല്ലോ ടോം സാറേ, പിന്നെ ഇപ്പോൾ Q1 മാൾ എന്ന് പറയുമ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് കൂടുതലും റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്ട്സും കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഒരുപാട് എൻക്വയറി വരാറുണ്ട്, നല്ല കൊമേഴ്ഷ്യൽ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ് ഇങ്ങനൊരു ഇത് വന്നപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പേസ് വാങ്ങിയിട്ട് നമുക്കത് റെന്റ് ഔട്ട് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണല്ലോ. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഒന്ന് സാർ പറയാമോ? Q1 ഇപ്പം ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓഫീസുകളെല്ലാം വിറ്റ ഓഫീസുകളാണ്. ഇപ്പം ഇത് ഡെവലപ്പ് ചെയ്തപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ സ്പേസുകളാണ് അതിനകത്ത് ഒരു 10% സ്പേസ് മാത്രമേ ഉള്ളൂ ഓണേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. 80% സ്പേസസും നിപ്പോന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് ടീം തന്നെ റെന്റ് ഔട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇനിയും നമ്മുടെ കയ്യിൽ സ്പേസസ് അവൈലബിൾ ആണ്. ഓഫീസ് സ്പേസസ് ഒരു മിനിമം സൈസ് ഒരു 1250 അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിന്റെ മേളിലോട്ട് നമുക്കൊരു ഫുൾ ഫ്ലോർ പ്ലേറ്റ് എന്ന് പറയുന്നത് 55,000 സ്ക്വയർ ഫീറ്റ് ആണ്. അത്രയും വലിയ സ്പേസ് വരെയും. എന്നാൽ നേരെ മറിച്ച് ഒരു സാധാരണക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 1500 സ്ക്വയർ ഫീറ്റ് തൊട്ടുള്ള ഓഫീസ് സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഓഫീസ് സ്പേസസിന്റെ ജനറൽ വർക്ക്സ് എല്ലാം തീർത്തിട്ടാണ് ഇന്റീരിയേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും ഇൻക്ലൂഡിങ് പവർ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓണേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെ അപേക്ഷിച്ച് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു റെസിഡൻഷ്യൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിന്റെ ROI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഒരു 6% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അത് ഇൻവെസ്റ്റ്മെന്റ് പുറത്തൊരു ആനുവൽ 6% റിട്ടേൺ തൊട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റെന്റൽസ് വർക്ക് ചെയ്യുന്നത്. ദ ബേസിക് തിങ് ഇസ് ഇവിടെ ഈ ബൈപ്പാസിൽ തന്നെ ഓഫീസ് സ്പേസ് 20 രൂപയ്ക്കും 40 രൂപയ്ക്കും അവൈലബിൾ ആണ്. പക്ഷെ ആ സ്പേസ് കണ്ടിട്ട് അവര് Q1 വന്ന് സ്പേസ് കാണുമ്പോൾ
they don't mind paying another 20 to 30% extra. കാരണം അത്രയും ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫെസിലിറ്റി, അത്രയും ഫീച്ചേഴ്സും, അതിലുപരി ആംബിയൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അതെ അതെ. ഞാൻ എന്റെ ഓഫീസ് എവിടെ വെച്ചേക്കുന്നു, ഏത് ലൊക്കേഷനിൽ വെച്ചേക്കുന്നു, ഞാൻ എന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഓഫീസിന്റെ അകത്ത് എന്റെ സ്റ്റാഫ് അവർ ഏത് ലെവലിലുള്ള സ്പേസിലാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഹൈ എൻഡ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി വിൽ ബി ഈക്വലി ഹൈ വെൻ കമ്പയർഡ് ടു ദ ഒരു സാധാരണ ഓഫീസ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന്. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം സിമ്പിൾ ഞാൻ ഒരു കമ്പാരിസൺ പറയാം. ഇൻഫോ പാർക്ക് ബിൽഡിംഗ്സിൽ എന്തുകൊണ്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്, യൂത്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ബിക്കോസ് അവിടുത്തെ ആംബിയൻസ് ആണ്. ഇറ്റ്സ് എ സെൻട്രലി എയർ കണ്ടീഷൻ ബിൽഡിംഗ്, വലിയ ഓഫീസ് സ്പേസുകള്, ആൻഡ് അവർക്ക് അവരുടേതായ ഫെസിലിറ്റി. ഇപ്പൊ അതിന്റെ തന്നെ കഫറ്റീരിയ, കോമൺ ലഞ്ച് റൂം, പിന്നെ പാൻട്രി, ഇതെല്ലാം അവിടുത്തെ ഫെസിലിറ്റിയാണ്. ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് അത് 100 ഏക്കറിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. വേറെ ക്യൂണി വരുമ്പോ ഇത് സ്റ്റാൻഡ് അലോൺ ബിൽഡിംഗ് ആണെങ്കിലും ആ ബിൽഡിംഗിന്റെ അകത്ത് കൊടുക്കാവുന്ന ഫെസിലിറ്റീസ്. ഇപ്പൊ ഈവൻ ഞാൻ 1-2 ഫീച്ചേഴ്സ് ഞാൻ പറയാം. വി ഹാവ് എ സ്മോൾ ഫിറ്റ്നസ് സെന്റർ. ആ ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് അറ്റ് പാർ വിത്ത് നമ്മൾ പുറത്ത് കാണുന്ന ജിം പോലല്ല. ബട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് ഒന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് അവരുടെ ആ ഫെറ്റീഗ് ഒന്ന് മാറ്റണമെങ്കിൽ ദേ ക്യാൻ യൂസ് ദാറ്റ് ഫിറ്റ്നസ് സെന്റർ ഫ്രീ ഓഫ് കോസ്റ്റ്. പിന്നെ there is a meditation room. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 10 minutes. ഇപ്പൊ ഓഫീസിലൊന്നും മെഡിറ്റേഷൻ പറ്റത്തില്ല, അവർക്ക് ഓഫീസ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ they can go അവിടെ സൈലന്റ് ആയിട്ട് 10 minutes they can go. If they want to take their prayers, they can take their prayers. ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല ഫീച്ചേഴ്സും ഇതിന്റെ അകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കഫറ്റീരിയ, കോമൺ കഫറ്റീരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ലൈക്ക് മോർണിംഗ് ടീ, ഈവനിങ് ടീ വിത്ത് സ്നാക്സ്, പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പ്രൊവിഷൻ, ഇതെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബട്ട് ഈ ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഒരു സ്റ്റാൻഡ് അലോൺ ബിൽഡിങ്ങിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൊച്ചിയെ അപേക്ഷിച്ച്. അപ്പൊ ഡെഫിനറ്റ്ലി Q1 is the first building in that ആ ഒരു ലെവലില് കൊച്ചിയിൽ പറയുവാണെങ്കിൽ probably there will be more to come from other. ഇപ്പൊ നമ്മളാണ് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമ്മള് സാർ പറഞ്ഞല്ലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ. അപ്പം ഇപ്പൊ ഒരാള് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എന്തൊരു റേഞ്ച് തൊട്ടാ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നമുക്കൊരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുവാണെങ്കിൽ ഒരു 1.5 crores Indian rupee, 1.5 crores ഇൻവെസ്റ്റ്മെന്റ് വരും. ബട്ട് ഇതിന്റെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് മേടിക്കുന്ന ആൾക്ക് 90% ആൾക്കാർക്ക് മേടിക്കുന്ന ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അത് 10% ഉള്ളൂ അവരുടെ സ്വന്തം യൂസിന് വേണ്ടി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് മേടിക്കുന്നതിന്റെ അകത്തെ ക്ലൈന്റേൽ എന്ന് പറഞ്ഞാൽ ഒന്നി ലോക്കൽ ബ്രാൻഡ്സ്. ഇപ്പം എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഇതിന്റെ അകത്ത് ഗുഡ് ബൈ പ്രോഡക്ട്സിന്റെ എന്താ ക്യൂട്ടീസോ, ദാറ്റ് ഇസ് എ ലോക്കൽ കമ്പനി ആസ് ഫാർ ആസ് കേരള ഇസ് കൺസേൺ. അവർക്ക് റിസോർട്ട്സ് ഉണ്ട്, ഇതെല്ലാം അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇവിടെ എന്ന് പറഞ്ഞ പോലെ there are lots of small establishments. സ്മോൾ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് സൈസ് വളരെ വലുതായിരിക്കും. പക്ഷെ ഇവിടെ അവരെടുത്തേക്കുന്ന 1000 square feet, 2000 square feet ഓഫീസ് സ്പേസ് ആയിരിക്കും. ദാറ്റ് ഇസ് ബേസിക്കലി ടു കീപ് ഇറ്റ് ആസ് എ കോർപ്പറേറ്റ് ഓഫീസ്. നമുക്ക് ഇവിടെ ഡബിൾ ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അവരുടെ ഹെഡ് ഓഫീസ് ഇസ് ഇൻ തൃശൂർ, കോർപ്പറേറ്റ് ഓഫീസ് ഇസ് ഇൻ കൊച്ചിൻ. ബിക്കോസ് അവർക്ക് they want to give better facility for the staff. അവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിന് ട്രാവൽ ചെയ്യാനും വർക്ക് ചെയ്യാനും അവരുടെ വെൻഡേഴ്സിനെ വന്ന് മീറ്റ് ചെയ്യാനും ഉള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ നോക്കുമ്പോൾ കൊച്ചിയാണ് ഈസ് എ മോർ പ്രോമിനന്റ് ലൊക്കേഷൻ. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ IT കമ്പനി ഓണേഴ്സ് ആണെങ്കിലും അവര് ഓൺ ചെയ്യുന്നുണ്ടാവും അല്ലെ? IT കമ്പനി ഓണേഴ്സ് ഓൺ ചെയ്യുന്നവരുണ്ട്. പിന്നെ മാനേജ് വർക്ക് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി സ്മാർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സ്പേസ് വാടകയ്ക്ക് എടുത്ത്. സ്മാർട്ട് വർക്ക്സ് വാടകയ്ക്ക് എടുത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഇൻവെസ്റ്ററിന്റെ സ്പേസ് ആണ്. അത് അവർ ഫർണിഷ് ചെയ്ത് പെർസിസ്റ്റന്റ് കൊടുത്തേക്കും. അപ്പൊ ആസ് ഫാർ ആസ് ഈ 90% ഇൻവെസ്റ്റേഴ്സിന് ഇറ്റ് ഈസ് എ ഷുവർ ബെറ്റ് ആണ്. അവരുടെ സ്പേസ് അവർക്ക് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ടേക്കൻ. ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഫിൽഡ് അപ്പ് ആണ്. അപ്പൊ ഇനിയും പുതിയ സ്പേസസ് ഡെവലപ്പ് ചെയ്യുന്നതിലോട്ടാണ് ഇനിയും എൻക്വയറീസ് വരുന്നത്. പിന്നെയുണ്ടല്ലോ സാറേ, ഇപ്പൊ സാറ് കൊമേഴ്ഷ്യൽ സ്പേസ് അതുപോലെ തന്നെ ഓഫീസ് സ്പേസ് ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഇനി റീറ്റെയിൽ സ്പേസ് അവൈലബിൾ ആണോ? Q1 റീറ്റെയിൽ സ്പേസ് അവൈലബിൾ ആണ്. ഒരു ലിമിറ്റഡ് സ്പേസ്
റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, രണ്ട് ഫ്ലോർ. ആ. അപ്പം Q1ന്റെ ഡിസൈനില് നമുക്ക് ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ ഏകദേശം ഒരു 1,10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് റീറ്റെയിൽ സ്പേസിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് ഒരു സിംഗിൾ സ്റ്റോർ കോൺസെപ്റ്റ് ആയിരിക്കും മിക്കവാറും. എന്തെങ്കിലും ഒരു സിംഗിൾ ഷോപ്പ്, മൾട്ടി ഫെസിലിറ്റി കൊടുക്കുന്ന ഷോപ്സിന് എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിൽ. അപ്പം സ്പേസസ് അവൈലബിൾ, അതിനുള്ള റിക്വയർഡ് പാർക്കിങ്സും എല്ലാം അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ സാറേ ഒരുപാട് സന്തോഷം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് എന്താണ് നിപ്പോൺ Q1 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളും ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കഷന് മുമ്പ് എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ സ്പേസ് ആണോ, ഓഫീസ് സ്പേസ് ആണോ, റീറ്റ്. അപ്പം ഒരുപാട് പേർക്ക് ആ സംശയം ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്ളോഗിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. Thank you, Nimi, for giving us an opportunity. Definitely, സബ്സ്ക്രൈബേഴ്സ് അവർക്കും അവരുടെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ബൈപ്പാസിൽ ഈ 55 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ഗ്ലാസ് ബിൽഡിംഗ് എന്താ നടക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ കുറച്ച് ലൈറ്റുകൾ കാണാം, പകല് ഇത്രയും ഡാർക്ക് ഗ്ലാസ് ആയതുകൊണ്ട് ഒന്നും പുറത്തോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. യെസ്, ഇതൊരു 100% കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. Thank you for this opportunity and all the best for your future. Thank you, sir.